വീണ്ടും വാർത്തകളിലേക്ക്. ഇംഗ്ലണ്ടിനെതിരായ അവസാന ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യൻ ടീമിൽ 4 മാറ്റങ്ങളുണ്ട്. സുപ്രധാനം ജസ്പ്രീത് ബുംറ ടീമിലില്ല. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. ഖിലാഫ്, എങ്ങനെയുണ്ട് കളി? തീർച്ചയായും ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ ഇംഗ്ലണ്ടിനെതിരായ അവസാന ഓവൽ ടെസ്റ്റ് മത്സരത്തിൽ 4 മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബാറ്റിംഗ് ഇന്ത്യക്കാണ് ലഭിച്ചിരിക്കുന്നത്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഇപ്പോൾ 8 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യൻ ടീമിൽ 4 മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രധാനം ജസ്പ്രീത് ബുംറ ഇന്ന് കളിക്കുന്നില്ല. പകരം പ്രസിദ്ധ് കൃഷ്ണയും അതേപോലെ തന്നെ ആകാശ് ദീപ, കരുൺ നായർ, പിന്നെ കൂടാതെ ഷാർദുൽ ഠാക്കൂറിന്റെ പകരം ധ്രുവ് ജുറൽ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് ടീമിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ഋഷഭ് പന്തിന് പരിക്കേറ്റതാണ് ധ്രുവ് ജുറലിനെ ഈ ഒരു മത്സരത്തിൽ വിക്കറ്റ് കീപ്പറായി ടീമിലേക്ക് എത്തിയത്. കൂടാതെ ഷാർദുൽ ഠാക്കൂറിന് പകരമാണ് കരുൺ നായർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ ഇംഗ്ലണ്ടിലും 4 മാറ്റങ്ങളാണുള്ളത്. പരിക്കേറ്റ ഇവരുടെ നായകൻ ബെൻ സ്റ്റോക്സ് ഇല്ലാതെയാണ് ഇംഗ്ലണ്ട് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഒലി പോപ്പാണ് പകരം ഇംഗ്ലണ്ടിനെ നയിക്കുന്നത്. ഇംഗ്ലണ്ട് നിരയിൽ നോക്കുകയാണെങ്കിൽ ജോസ് ടാങ്ക്, അതേപോലെ തന്നെ ജാമി ഓവർട്ടൺ, കൂടാതെ കൂടാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗസ് അറ്റിങ്സൺ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് ടീമിൽ എത്തിയിരിക്കുന്നത്. ഈ മത്സരം നിർണായക മത്സരത്തിൽ ഇന്ത്യക്ക് ഈ പരമ്പര സമനിലയിലാക്കാൻ ജയം അനിവാര്യമാണ്. എന്നാൽ പരമ്പര സ്വന്തമാക്കാൻ ഇംഗ്ലണ്ടിന് ഈ ഒരു മത്സരത്തിൽ സമനില ആയാൽ പോലും ഇംഗ്ലണ്ടിനായിരിക്കും പരമ്പര. എന്തായാലും ഈ ടോസിൻ്റെ കാര്യത്തിലേക്കാണെങ്കിൽ തുടർച്ചയായ 15ാം തവണയാണ് ഇന്ത്യക്ക് ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടാനാവാത്തത് എന്നൊരു പ്രത്യേകതയും കൂടി ഈ ഒരു മത്സരത്തിൽ ഉണ്ട്. ബിനിൽ, ഓക്കെ, ശരി. ഖിലാഫാണ് വിവരങ്ങൾ നൽകിയത്, കളി അവലോകനം ചെയ്തത്.